വന്നു വന്നു അവൻ വന്നു വന്നു അവൻ വന്നു അവൻ വന്നു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻ കേസ് സുഖമായിട്ടിരിക്കുന്നില്ല എങ്കിൽ പേടിക്കൊന്നും വേണ്ട, നല്ല സമയം വരും, എന്തെങ്കിലുമൊക്കെ വരും, അതുകൊണ്ടത് വിഷയക്കണ്ട. അപ്പം ഇന്ന് നമ്മുടെ 6ാമത്തെ ദിവസമാണ് നമ്മൾ കൃഷിക്കാരനാവാൻ ശ്രമിക്കുന്നതിൻ്റെ. എൻ്റെ ഒരു സന്തോഷ വാർത്ത ഓൾസോ. നമ്മൾ നട്ട ചീരവിത്ത് മുളച്ചിരിക്കുന്നു. പക്ഷെ അവിടെ നമുക്ക് ചെറിയൊരു ഫോൾട്ടും കൂടെ പറ്റി. നമ്മളിങ്ങനെ വിത്ത് ഇങ്ങനെ വെതറി ഇട്ടത് കൊണ്ട് ചില സ്ഥലങ്ങളിൽ കുറേ എണ്ണം വീണു, ചില സ്ഥലങ്ങളിൽ 1-2 വീണു. അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം. അത് വലുതായി വരുമ്പോൾ എന്താവും അറിയില്ല. കാരണം അടുത്തടുത്ത് ഈ ഉറുമ്പ് കൂടിയിരിക്കണ പോലെ കുറച്ച് സ്ഥലങ്ങളിൽ ഭയങ്കര അടുപ്പിച്ച് വന്നിരിക്കുക. നമുക്ക് വിഷയമല്ല, നമ്മൾ അതൊരു പാടമായി എടുത്ത് അടുത്ത പ്രാവശ്യമല്ല, നമ്മൾ വീണ്ടും പച്ചച്ചീര വിത്ത് നടും. ഇപ്പം നട്ടത് ചുമന്നതാണ്, അപ്പം ഇനി നമ്മൾ പച്ചച്ചീര വിത്ത് കൂടെ നടും. ഇതപ്പോൾ ഫെയിലിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ് എന്നാണല്ലോ. അപ്പോൾ നമ്മളിതൊരു പാടമായി എടുത്ത് അടുത്ത പ്രാവശ്യം നമ്മളത് നട്ട് ചെയ്യും. ഇത് എൻ്റെ അറിവിൽ മിക്കവാറും ഇത് പാളാനാണ് സാധ്യത, കാരണം ഭയങ്കര അടുത്തടുത്താണ്. അപ്പോൾ ഇന്ന് നമുക്കിനി ബാക്കിയുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ചെയ്യുന്ന പോലെ നനയ്ക്കുന്നു. പിന്നെ നമ്മൾ ഇന്നലെ ചെറുതായിട്ടൊരു മടി നമ്മളെ ബാധിച്ചു, അതുകൊണ്ട് നമ്മൾ ഇന്നലെ കാര്യമായിട്ടൊന്നും ചെയ്തില്ല. കാടൊന്നും വെട്ടിൽ ചെറുതായിട്ടൊന്ന് കിളച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മളെ ബാക്കി ഇന്ന് കിളച്ചിട്ടിട്ട് നമ്മളിന്ന് വെണ്ടയ്ക്ക നടാനാണ് നമ്മുടെ ഉദ്ദേശം. അന്ന് വൈകുന്നേരം നമ്മൾ എന്തായാലും നടും. അപ്പോൾ ഇന്നത്തെ പരിപാടി അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ഫോൾട്ട് പറ്റിയത്. ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ കൂട്ടുകൂടി കിടക്കുന്നു, ചില സ്ഥലങ്ങളിൽ ഒന്നുമില്ല. അതാണ് പറ്റിപ്പോയത്. പക്ഷെ നമ്മൾ അടുത്ത പ്രാവശ്യം നമ്മളെ ശരിയാക്കും. അപ്പോൾ ഇന്നത്തെ ഇനി ബാക്കി വർക്കെന്ന് പറഞ്ഞാൽ ഇത് രാവിലെ നമ്മളൊന്ന് നനയ്ക്കുന്നു. പയറും നനയ്ക്കണം, ചീരയും നനയ്ക്കണം. പയർ വിത്ത് ഇതുവരെ മുളച്ചിട്ടില്ല, നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് മുളയ്ക്കുമായിരിക്കും. പിന്നെ നമ്മൾ ഇന്നലെ ചെറുതായിട്ടൊന്ന് കിളച്ചേ ഉള്ളൂ. മടി നമ്മൾ ചെറുതായിട്ടൊന്ന് പിടിച്ച്. പക്ഷെ നമ്മൾ ഇന്ന് പൂർവാധികം ശക്തിയോടെ നമ്മൾ തിരിച്ചു വന്ന്. അപ്പോൾ ഇന്ന് നമ്മളവിടെ കിളയ്ക്കുന്നു. വെണ്ട വിത്ത് നമ്മളിന്ന് വൈകുന്നേരം നടും. അതാണ് ഇപ്പോൾ ഇന്നത്തെ പദ്ധതി. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമ്മൾ കിളയ്ക്കുന്നതൊന്നും കാണിക്കുന്നില്ല, അത് മാത്രം കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല ഞാൻ. അപ്പോൾ നമ്മൾ റിസൾട്ട് വരുമ്പോൾ ഇനി കാണിക്കാം. പിന്നെ യെസ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ. അപ്പോൾ നമ്മുടെ രാവിലത്തെ വർക്ക് ഏറെക്കുറെ തീരാനായി. നമ്മളിപ്പോൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെണ്ടയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള നിലം ഒരുക്കി സെറ്റാക്കി കിളച്ചിട്ടു. അതെന്നുകൊണ്ട് നമ്മളാണ്ട് ഫിനിഷ് ചെയ്യും വെണ്ടയ്ക്ക. ഞാൻ കാണിച്ചു തരാവേ. അതായത് ഇത്രയും സ്ഥലം നമ്മൾ വെണ്ടയ്ക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇന്ന് കിളച്ചിട്ടു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ബൈ.